മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. നിയമസഭാ ഇലക്ഷനിലെ വലിയ വിജയം UDFകാർ ആഘോഷിച്ചു. ഒപ്പം അവരുടെ മന്ത്രിസഭ അധികാരത്തിലുമെത്തി. എന്നാൽ LDFൻ്റെ ഈ വലിയ പരാജയം വേണ്ട രീതിയിൽ കേരളം ചർച്ച ചെയ്യുന്നുണ്ടോ? ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ പരാജയം എന്തായിരുന്നു എന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലേക്ക് ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ ജിജി കെ ഫിലിപ്പ്. പലവട്ടം ഇതേ വേദിയിൽ അദ്ദേഹം നമ്മോട് സംവദിച്ചിട്ടുണ്ട്, സാഹിത്യ സംബന്ധിയായും രാഷ്ട്രീയപരമായും. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ DC മെമ്പറാണ്. കൂടാതെ വലിയൊരു മേൽവിലാസത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. തന്നെയല്ല, വലിയ ഔദ്യോഗിക പദവി വഹിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ശ്രീ ജിജി കെ ഫിലിപ്പ്. സ്വാഗതം സാർ. സാർ, വലിയ ഒരു മത്സരം കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ അധികാരമേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം അവസാനിച്ചു. വലിയൊരു പരാജയമാണ് ഇടതുപക്ഷം ഏറ്റുവാങ്ങിയതെന്ന് പൊതുവെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. നേരെ തിരിച്ച് UDFൻ്റെ വിജയം വലിയ ആഘോഷകരമായി അവർ ആഘോഷിക്കുന്നുവെന്ന് മാത്രമല്ല, പൊതുജനം ആഘോഷിക്കുന്ന പോലെ അനുഭവപ്പെടുന്നു. ഇടതുപക്ഷത്തിൻ്റെ പരാജയം എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിൽ, ഇടതുപക്ഷക്കാരൻ എന്ന നിലയിൽ അങ്ങേക്ക് അനുഭവപ്പെട്ടത്? സർ, തീർച്ചയായും ഇടതുപക്ഷത്തിനൊരു കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാവുന്ന, തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പരാജയമാണ്. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ പരാജയത്തിൽ നിന്ന് കരകയറാനുള്ള പരിശ്രമങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് വരിക, അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടുക എന്നുള്ള ദൗത്യം ഞങ്ങൾ കൃത്യമായി നിർവഹിക്കും. ഈ പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു LDF ഗവൺമെൻറ്റിന് തുടർച്ചയായി 10 വർഷം അധികാരം എന്ന് കിട്ടുന്നത് ഈ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റാണ്. അതിന് പലതായ കാരണങ്ങളിൽ ഒന്ന്, ഈ ഭരണത്തെ വിലയിരുത്തുമ്പോൾ നാട്ടിൽ ക്ഷേമപ്രവർത്തനം, പൊതുജനങ്ങളുടെ ക്ഷേമം, അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസനവും സമാനതകളില്ലാത്തതാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും UDF വഴിയിൽ ഉപേക്ഷിച്ചു പോയ മുഴുവൻ പദ്ധതികളും ഏറ്റെടുത്തുകൊണ്ട് വിജയകരമായി നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റായിരുന്നു. അക്കാര്യത്തിലൊന്നും ജനങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ വികസനം മാത്രം പോരാ. കെ നായനാർ പറഞ്ഞതുപോലെ ജനങ്ങളെ രാഷ്ട്രീയമായും താത്വികമായും കൂടി അഭ്യസിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് അത്തരം തിരിച്ചറിവ് കൂടി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയാലും ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടുമെന്ന നയനാരുടെ ഒരു അനുഭവമാണ് ഈ കുറി ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. താത്വികമായി ജനങ്ങളെ പരിചയപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ വിശദീകരിക്കണം. താത്വിക ആചാര്യന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുലവും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അങ്ങനെയാ മാറിയ കാലഘട്ടത്തിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. ഞങ്ങളെ തോൽപ്പിച്ചതിൽ ഒരു പ്രധാന പങ്ക്, ജനങ്ങളെക്കാളും മുഖ്യ പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണ്. അതിനകത്ത് സോഷ്യൽ മീഡിയ അടക്കം മാധ്യമങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, തുലവ് കുറവാണ്. സോഷ്യൽ മീഡിയ അടക്കം മറ്റു മാധ്യമങ്ങൾ, പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും UDFനെയും BJPയും പിന്തുണയ്ക്കുന്നതാണ്. ഈ മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ മാധ്യമങ്ങൾ പിന്തുണയ്ക്കണം എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ട്. അത് പരക്കെ വിമർശിക്കപ്പെട്ടൊരു കാര്യമാണെങ്കിലും ഒരു പക്ഷേ മാധ്യമങ്ങൾ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ ഒരു സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള അന്നം മാത്രം സമൂഹത്തിൽ നിന്ന് എടുക്കുന്നവരാണ് മാധ്യമങ്ങൾ, അല്ലാത്തത് ഉപേക്ഷിക്കും. അപ്പോൾ ഏത് സാഹചര്യത്തെയും ഏത് കാര്യത്തെയും അവർ അത്തരത്തിലെടുക്കും. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഷയും അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയും ഒക്കെയാണ് തോറ്റതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നൊക്കെ വിലയിരുത്തി അദ്ദേഹത്തെ ക്രൂശിലേറ്റാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ട്. ഞാനതിനെ അങ്ങനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്തു. അവരുടെ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്നോട്ടടിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിലൊന്ന്, ഈ ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ ഒന്നാമത്തെ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിച്ച് രണ്ടാമത് വരുമ്പോഴും ഒന്നാമത്തെ കാലയളവിലുമെല്ലാം ഈ ഗവൺമെന്റ് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു എന്നൊരു കനത്ത വിമർശനം LDF ഗവൺമെന്റ് എതിരായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എങ്ങനെയാണ് മുസ്ലിം ജനവിഭാഗം ഒന്നടങ്കം UDFന്റെ പക്ഷം ചേരുകയും അതിന് ഞങ്ങൾ ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അടക്കം
NSS അടക്കമുള്ള സംഘടനകളെ വല്ലാതെ LDF പ്രീണിപ്പിക്കുന്നു എന്നുള്ള ഒരു സമീപനത്തിലേക്ക് ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കാനും അതിലൂടെ മുസ്ലിം ധ്രുവീകരണം, മുസ്ലിങ്ങളുടെ എല്ലാം മുഴുവൻ ഒരു ഏകദേശം ഒരു 90% മുസ്ലിങ്ങളും അത്തരത്തിൽ UDF അനുകൂലമായി മാറി ചിന്തിക്കാനും ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ RSS ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസും തന്ത്രപൂർവ്വം ആ ഒരു ഗെയിമിൽ വിജയിച്ചു എന്നുള്ളതാണ്. നമ്മൾ അതിനകത്ത് അതൊക്കെ പറയുമ്പോൾ പോലും ഈ SDPIയും സമസ്തയും ഈ രണ്ട് വിഭാഗങ്ങൾ അത്ര ചെറുതല്ലാത്ത വിഭാഗങ്ങളാണ്. ആ വിഭാഗങ്ങൾ LDFനോടൊപ്പം ഉറച്ചു നിന്നു. അല്ല, അത് അവരുടെ ചെറുതാണെന്ന് പറയാൻ പറ്റും. അതൊക്കെ കേവലമായ ആരോപണങ്ങളാണ് സാർ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനും സഖാവ് പിണറായി വിജയനെയും തമ്മിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് പരക്കെ മുസ്ലിം ജനവിഭാഗത്തെ LDFൽ നിന്ന് മാറ്റുന്നതിനുള്ള സമീപനം ഉണ്ടായത്. വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രതികരണങ്ങളും ഒരുപക്ഷെ നമ്മുടെ മതേതരത്വത്തിന് കളങ്കമേൽപ്പിക്കുന്നതും പോറലേൽപ്പിക്കുന്നതുമായിരുന്നു. അങ്ങനെ മതേതരത്വത്തെയും അതുപോലെ മലപ്പുറം ജില്ലയും മുസ്ലിംസിനെ അടച്ചാക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പിണറായിയോട് ചങ്ങാത്തം കൂടിയെന്നും അദ്ദേഹത്തിന്റെ കാറിൽ സഞ്ചരിക്കുകയും വന്നിറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് എതിർപക്ഷത്തുള്ള ആരോപണത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു. പൊതുവെ ഉൽപ്പതിഷ്ണുക്കളായ ഒരുപക്ഷെ പുരോഗമനേച്ഛുക്കളായ ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തകരാണ് അങ്ങയുടെ പാർട്ടിയിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എപ്പോഴും അതിനൊരു മാതൃകയായിരുന്നു. പലപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശൻ ആ പേര് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സമുദായ നേതാവ് പലപ്പോഴും കലുഷിതമായ ചില പ്രതിലോമകരമായ ചില പ്രസ്താവനകളൊക്കെ വന്ന് സത്യമാണ്. അപ്പോഴും അദ്ദേഹം നവോത്ഥാന നായകനായി തുടരുകയായിരുന്നു. അല്ല, അങ്ങനൊരു നവോത്ഥാന നായകനായി വെള്ളാപ്പള്ളി തുടർന്നു എന്നുള്ളത് കേരളത്തിലെ ബഹുജനങ്ങൾ പരക്കെ സ്വീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു നയം മിക്കവാറും സാമുദായിക സംഘടനകൾ പലതും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പിന്തുടരാറുണ്ട്. അതിവിടെയും സംഭവിച്ചിട്ടുണ്ടാവും. അത് കാലങ്ങളായി നമുക്ക് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സാമുദായിക സംഘടനയെ ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷേ ഇവിടെ കണ്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇത്രമാത്രം കുതിപ്പുണ്ടായ ഒരു കാലയളവ് ഉണ്ടായിട്ടില്ല. ഇപ്പം സതീശൻ പലതും കേരയിൽ അടക്കം ഒഴിവാക്കുന്നുണ്ടല്ലോ. K-ഫോണ്, കേരള ബാങ്ക്, അങ്ങനെയുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ ഒരു കാലത്തും പവർ കട്ട് ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനുകളിൽ 2000 ആക്കി വർദ്ധിപ്പിച്ചു കൊടുത്ത ഈ ഗവൺമെന്റാണ് 1000 രൂപ വെച്ച് വീട്ടിലിരിക്കുന്ന 20 ലക്ഷം സ്ത്രീകൾക്ക് ഒരു ആശ്വാസം നിലയ്ക്ക് പെൻഷൻ കൊടുത്തു. പക്ഷെ അതൊക്കെ ഒരു വലിയ വികസനമായി കാണാൻ കഴിയും. വികസനം അല്ല, ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് വികസനം എന്ന നിലയ്ക്ക് എടുത്തു നോക്കുമ്പോൾ. ഇപ്പൊ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, ഇന്ത്യയിലെ 9 സ്റ്റേറ്റുകൾ കൊച്ചി വാട്ടർ മെട്രോ അനുകരിച്ച് വന്ന് പഠനം നടത്തിയിട്ട് കൊച്ചി വാട്ടർ മെട്രോ പോലുള്ള വാട്ടർ മെട്രോ മറ്റ് സംസ്ഥാനങ്ങൾ ഗുജറാത്തിലടക്കം നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ദേശീയപാത, തുരങ്കപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇടമൺ പവർ ഹൈവേ, ഇങ്ങനെയുള്ള ഒട്ടനവധി പദ്ധതികൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ PSC മുഖാന്തരം 3.5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് തൊഴിൽ കൊടുത്തു. ഇന്ത്യയിൽ ആകെ കൊടുക്കുന്ന തൊഴിലിന്റെ കേന്ദ്ര സർവീസിലേക്കും സംസ്ഥാന സർവീസിലേക്കും പരിഗണിക്കുമ്പോൾ ഇന്ത്യയിൽ ആകെ തൊഴിൽ കിട്ടുന്ന ചെറുപ്പക്കാരിൽ 44% ഈ കേരളത്തിലെ ആളുകൾക്കാണ്. മോദി പറഞ്ഞ എത്ര പേർക്ക് കൊടുത്തു നമ്മൾ പരിശോധിക്കണം. PSCയിൽ ഒരു കാലത്തും അങ്ങനെ ഒരു നിയമന നിരോധനം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 60,000 പേരോളം PSC അല്ലാതെ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയുന്നത് സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് സാറേ, എംപ്ലോയ്മെന്റ് വഴി രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകൾക്ക് അവരുടെ ലിസ്റ്റ് പ്രകാരം നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം തൊഴിൽ കൊടുക്കാൻ 6 മാസത്തേക്കിന് കൊടുക്കാൻ കഴിയും. കേരളത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ അതിശക്തമായി നടന്നുവെന്നും പ്രത്യേകിച്ച് PSCയുടെ പോലീസ് റാങ്ക് ലിസ്റ്റൊക്കെ വല്ലാതെ വിവാദമായത് സാറിന് അറിയാലോ. 1ാം റാങ്കുകാരൻ നിൽക്കുമ്പോഴാണല്ലോ പരീക്ഷ ഭാഗികമായി എഴുതിയവർ പോലും അതിൽ കടന്നു. സാറേ, PSCയിലൊന്നും അങ്ങനെ ഒരു ക്രമക്കേടുള്ളതായിട്ട് എനിക്ക് അങ്ങനെ ഒരു മുഖവിലക്കെടുക്കാൻ കഴിയുന്നില്ല. അത് തന്നെയല്ല, പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞ് കുട്ടിഘോഷിപ്പിക്കപ്പെടുന്നത് ഒരു മാധ്യമ സൃഷ്ടിയും രാഷ്ട്രീയ പ്രേരിതമായ ഒരു സംഗതിയാണ്. അത് ഏത് ഗവൺമെന്റ് വന്നാലും. ഇപ്പോൾ ഞാനൊരു ഭരണാധികാരി കൂടി ആയിരുന്നത് കൊണ്ട് എനിക്കറിയാം, ഇപ്പം നമുക്ക് ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ PSC നിയമപ്രകാരം ഒരു വേക്കൻസി ഫില്ല് ചെയ്യപ്പെട്ടില്ലെങ്കിൽ എംപ്ലോയ്മെന്റിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് 5 പേരെ എടുക്കേണ്ടതിന് ലിസ്റ്റ് ചോദിക്കുമ്പോൾ 50 പേരെ കൊടുക്കുകയും അതിൽ ഇന്റർവ്യൂ നടത്തി മതിയായ ആളുകളെ നിയമിക്കാനും കഴിയും. അത് 6 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ പുതുക്കാതിരിക്കാം. അതിനെല്ലാം നമ്മൾ പിൻവാതിൽ നിയമനമായിട്ട് കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നിയമനം നടത്തിയിട്ട് കുറെ കാലം കഴിയുമ്പോൾ എന്തിന്റെയെങ്കിലും ഒരു പേര് പറഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സംവിധാനം അങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രം അനുവർത്തിച്ചത് നയമല്ല, പല ഗവൺമെന്റുകളും ചെയ്തിട്ടുണ്ട്. സാർ, അങ്ങനെ ഗവൺമെന്റ് കാലത്ത് കൂടുതലായിരുന്നു. ഇല്ല സാർ, അതില്ല. അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് വഴി നിയമിച്ച ആളുകൾ 6 മാസം കഴിയുമ്പോൾ പിന്നീട് അവർക്ക് പുതുക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളവരെ പിരിച്ചുവിടാനാണ് ഇപ്പോൾ സതീശന്റെ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഒന്നെടുക്കാന്ന് നമുക്ക് അങ്ങനെ പിൻവാതിൽ നിയമനം
നിയമനം എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ളത്, എത്ര പേരെ നിയമിച്ചു എന്ന് നമുക്ക് ഈ ആരോപണമല്ലാതെ, അടിസ്ഥാനരഹിതമായ ആരോപണമല്ലാതെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര പേരെ പിൻവാതിലൂടെ നിയമിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഈ ആരോപിക്കുന്ന ചാനൽ പോലും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അടക്കം വരേണ്ടതാണ്. ഒരു ചാനലിനും ഒരു മാധ്യമ സുഹൃത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് പോലും അത്തരം തെളിവോടുകൂടി ഒരു കാര്യം സമർത്ഥിക്കാൻ കഴിയും. സാറിന് അറിയാലോ, സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ തവണത്തെ സർക്കാർ. പക്ഷെ അത് ജനങ്ങളെ വേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്താനോ രാഷ്ട്രീയമായി അവരെ ബോധവൽക്കരിക്കാനോ പാർട്ടി കഴിഞ്ഞില്ല. പക്ഷേ ഈ പാർട്ടി LDF പോലെ ഇത്രയേറെ സമഗ്രമായ അടിത്തട്ടിൽ പോലും ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും സംഘടനയുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെയില്ല. എന്തുകൊണ്ടായിരിക്കും ആ രംഗം പരാജയപ്പെട്ടത്? സാർ, അതെനിക്ക് തോന്നുന്നത് തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആലസ്യം ഒന്നത്, മറ്റൊന്ന് ഒരു പക്ഷേ ആഭ്യന്തര പ്രശ്നങ്ങൾ എല്ലാ പാർട്ടിയും എല്ലാ കാലത്തും ബാധിക്കുന്ന പോലെ നമുക്കറിയാലോ. കരുണാകരൻ അധികാരത്തിൽ നിന്ന് പോകാനും ആന്റണി അധികാരത്തിൽ നിന്ന് പോകാനുള്ള കാരണങ്ങളൊക്കെ കോൺഗ്രസിൽ തന്നെ രൂഢമൂലമായി ഉണ്ടായ അതിനകത്തെ അന്തർനാടകങ്ങളായിരുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കുന്നത് CPIക്കുള്ളിലുള്ള ഒരു വിഭാഗം ആളുകൾ ഈ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അല്ലെങ്കിൽ ഒരു കാരണവശാലും അമ്പലപ്പുഴ പോലൊരു സ്ഥലത്ത് സുധാകരൻ ജയിക്കില്ല, TK ഗോവിന്ദൻ ജയിക്കില്ല. അങ്ങനെയുള്ള ചില വളരെ പ്രധാനപ്പെട്ട അടിയുറച്ച LDFനെ ഒരു കാലത്ത് പരാജയപ്പെടുത്താൻ കഴിയാത്ത ചില പ്രദേശങ്ങളിൽ LDF പരാജയപ്പെട്ടിട്ടുള്ളതെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കൊടുത്ത വോട്ടിന്റെ ബഹുഭൂരിപക്ഷം LDFൻ്റെതായിരുന്നു എന്നുള്ളതാണ്. അതിന് ചില കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതിനകത്ത് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. ഇപ്പം ME ഗോവിന്ദൻ എന്ന് പറഞ്ഞ CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അവരുടെ സെക്രട്ടറിമാരിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ദുർബലമായി നയിച്ച ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഒരു സെൽഫ് അസസ്മെന്റ് എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അത് മറികടക്കാനായിരിക്കും ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പ് വേളകളിൽ എല്ലാ ദിവസവും സ്വരാജ് പത്രസമ്മേളനം നടത്തി ഗവൺമെന്റ് നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും പൊതുജനങ്ങൾ, LDFനെ സ്നേഹിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കാത്ത ചില സമീപനങ്ങൾ പാർലമെന്ററി രംഗത്ത് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് ഈ കാലയളവിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണോ ഈ ഇപ്പോൾ താഴത്തെ തട്ടിൽ, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അവരുടെ ജില്ലാ സംഘടനകൾ ചേരുമ്പോൾ, ജില്ലാ കമ്മിറ്റികൾ ചേരുമ്പോൾ ഈ പാർട്ടി സെക്രട്ടറിക്കും മുൻ മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനങ്ങൾ വരുന്നത്? അതുണ്ടാവും. ഒരു പാർട്ടിക്കകത്ത് ആ വിമർശനത്തെ ഞാൻ കാണുന്നത് ഒരു പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും കരുത്തുറ്റ രൂപം കൂടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ മോദിയെ വിമർശിക്കാൻ പറ്റുമോ? മോദി ആരെങ്കിലും വിമർശിച്ചതായി സാറ് കേട്ടിട്ടുണ്ടോ? അവരുടെ പാർട്ടിക്കുള്ളിൽ അമിത്ഷാ ആരെങ്കിലും വിമർശിച്ചായി സാറ് കേട്ടിട്ടുണ്ടോ? രാജ്നാഥ് സിംഗിനെ ആരെങ്കിലും വിമർശിച്ചായി സാറ് കേട്ടിട്ടുണ്ടോ? അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. പക്ഷേ ഇടതുപക്ഷ പാർട്ടികളിൽ കുറച്ചുകൂടി ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. ഇവിടെ ആരെയും വിമർശിക്കാം. MA ബേബിയെ വിമർശിക്കാം, ബിനോയ് വിശ്വത്തെ വിമർശിക്കാം, പിണറായി വിജയനെ വിമർശിക്കാം. പക്ഷെ ഭരണകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് ഈ വിമർശനത്തെ നമ്മൾ എങ്ങനെ കാണുന്നു? വിമർശനം കേൾക്കുകയും അതിനകത്ത് കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും അത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വിമർശനത്തിന് റിസൾട്ട്. എതിർവായി ഇല്ലായിരുന്നു എന്നാണല്ലോ കഴിഞ്ഞ 10 വർഷത്തെ അടയാളപ്പെടുത്തിയത്. പക്ഷെ ഒരു വമ്പൻ പരാജയത്തിന് ശേഷമാണ് അളമുട്ടിയാൽ ചേരയും തിരിച്ചു കടിക്കുമെന്നുള്ള മറ്റുള്ള ആളുകൾ വിമർശിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതിനകത്ത് വല്ല വാസ്തവമുണ്ട്? അല്ല, വിമർശനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞല്ലോ സാർ, ചില സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലയിടത്ത് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇടതുപക്ഷ പാർട്ടികളെ കൊണ്ടെത്തിച്ച ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന CPMന്റെ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്, CPMന്റെ കോട്ടയാണ്. അവിടെ 2 പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് TK ഗോവിന്ദൻ തോൽപ്പിച്ചത് ആരെയാണ്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ്. ആ സീറ്റ് അവർക്ക് കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. അതിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ബിന്ദു, അവർ സത്യത്തിൽ വിജയരാഘവന്റെ ഭാര്യയായിരുന്നു. അപ്പൊ അവർക്കന്ന് സീറ്റ് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു പക്ഷേ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന അണികൾക്ക് നീരസം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഞങ്ങളുടെ പാർട്ടിയിൽ വളരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സത്യൻ മൊകേരി നാദാപുരത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് സീറ്റ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഈ പാർട്ടിയുടെ പ്രബല നേതാവായിരിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ചടയൻ ഗോവിന്ദൻ കാണിച്ചതുപോലെ, അല്ലെങ്കിൽ മറ്റു പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ കാണിച്ചതുപോലുള്ള ഒരു ആർജവും ഉണ്ടായില്ല എന്നുള്ള പ്രശ്നം. അങ്ങയുടെ പാർട്ടി സെക്രട്ടറിക്കെതിരെയും സമീപകാലത്ത് ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ. സംസ്ഥാന സെക്രട്ടറിയാണ് ഉദ്ദേശിച്ചത്. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഈ ഇലക്ഷൻ പരാജയത്തിനെ തുടർന്ന് പല കാര്യങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പാർട്ടി പരിശോധിക്കും. ജില്ലയിൽ പറയണ്ടല്ലോ, ജില്ലയിൽ അതിഭയങ്കരമായ വിമർശനം പാർട്ടി സെക്രട്ടറിക്കെതിരെയുണ്ട്. സംസ്ഥാനത്തും അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഉണ്ട്. ഒരു സ്വാഭാവികമായും നമ്മൾ ഏതൊരു ഗെയിമാണെങ്കിൽ കൂടി അത് നമ്മൾ ഒരു
പോസിറ്റീവായ ഒരു റിസൾട്ട്, നല്ല ഫലം പ്രതീക്ഷിച്ച് പോകുകയും നെഗറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ ചില ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകും. ആ വിമർശനങ്ങളെ പോസിറ്റീവായി കാണുകയും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തി കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഈ LDFിൻ്റെയും ആവശ്യമാണെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ ചാത്തന്നൂരിനെ സംബന്ധിച്ച് CPIക്ക് എന്താണ് പറയാനുള്ളത്? ചാത്തന്നൂർ അവിടുത്തെ ഇപ്പൊ സത്യത്തിൽ BJPക്ക് കിട്ടിയ സീറ്റിന്റെ കാര്യമല്ലേ സാർ ചോദിച്ച കൊല്ലം ജില്ലയില് ഒരിക്കൽ പോലും അങ്ങനെ ഒരു സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അത് BJP നേടിയത്. ഞാൻ തന്നെ ഇതേ സീറ്റിലിരുന്ന് ലൈവ് ചെയ്യുന്ന സമയത്ത് വളരെ അത്ഭുതത്തോടെ, ഒരുപക്ഷെ ഞെട്ടലോടെയാണ് ആ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു സാറേ, ഞാനത് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തനം, ഇലക്ഷൻ ക്യാമ്പയിൻ അടക്കം, ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ അടക്കം കഴിഞ്ഞ കാലത്ത് ഇതുപോലെ സജീവമായി റൂട്ട് ലെവലിൽ എത്തിക്കാനുള്ള ഇടതുപക്ഷ മുന്നണിക്ക് പല മണ്ഡലങ്ങളിലും കഴിഞ്ഞിട്ടില്ല. ഒന്ന്, ഇലക്ഷൻ്റെ സമയത്ത് പോലും തലേന്ന് പോലും നമ്മുടെ ഇലക്ഷൻ മെറ്റീരിയൽ പോലും ചില സ്ഥലങ്ങളിൽ എത്താതെ വന്നിട്ടുണ്ട്. അപ്പം പണ്ടുണ്ടായിരുന്നത്ര ആത്മാർത്ഥതയും ആർജവത്തോടും കൂടി ഇലക്ഷനെ നേരിടുന്ന കാര്യത്തിൽ ഒരു വീഴ്ച മുന്നണിക്ക് സംഭവിച്ചിട്ടുണ്ടോ? ചുരുക്കം ചില ഇടങ്ങളിലെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്, സാറും BJPക്ക് 3 സീറ്റ് കിട്ടി. കേരളത്തിൽ BJP മത്സരിച്ച് ജയിച്ചവിടുത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാ? LDF ആണ്. അവിടെ 3ാം സ്ഥാനത്ത് ആരാ? UDF ആണ്. ഇതിൽ പല മണ്ഡലത്തിലും പണ്ട് UDF വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആരെ സഹായിച്ചു, അല്ലെങ്കിൽ ആരെ സഹായിച്ചു എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ആരുടെ വോട്ടാണ് കൂടുതൽ വിജയിച്ച BJPക്ക് അനുകൂലമായി എന്നുള്ളത്. ചാത്തന്നൂർ അത് തന്നെയാണ് സംഭവം. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചെടുത്തും നേമത്തും മറ്റ് 2 മണ്ഡലങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ BJPയുടെ വോട്ടിംഗ് പെർസെന്റ് 11.5 കുറഞ്ഞു എന്ന് കാണിക്കുമ്പോൾ ഇത് BJP ഈ 3 സീറ്റിനു വേണ്ടി കോൺഗ്രസിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും മറ്റു പല സ്ഥലങ്ങളിലും തിരിച്ച് BJP സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു 2-3 തെരഞ്ഞെടുപ്പിന്റെ ചരിത്രവും അവിടുത്തെ വോട്ടിംഗ് പെർസെന്റേജും പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവും. ഈ BJP സംസ്ഥാന നേതാവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന ഇലക്ഷന് ശേഷം സാറ് ശ്രദ്ധിച്ചു കാണും. അതായത് ഭരണവിരുദ്ധ തരംഗമായിരുന്നു കേരളത്തിൽ, പക്ഷെ അതിന്റെ ഗുണം UDFിനാണ് കിട്ടിയത്, ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം BJP വോട്ടും കൂടി UDFിലേക്ക് പോയിട്ടുണ്ടെന്നാണ്. അങ്ങനെ വിചാരിക്കാൻ പറ്റും. ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനകളെയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെയും ഒന്നും ഗൗരവത്തിലെടുക്കുന്ന ഒരാളല്ല. കാരണം ഒരു BJP പോലുള്ള രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരളം പോലുള്ള ഒരു ഘടകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരാൾ മതിയോ എന്ന് ആ പാർട്ടിയാണ് ആലോചിക്കേണ്ടത്. നമുക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല. മറ്റൊരു കാര്യമുള്ള സാർ, ഇപ്പോൾ ഈ തളിപ്പറമ്പിലെ കാര്യം, പയ്യന്നൂരിലെ കാര്യമൊക്കെ സൂചിപ്പിച്ചല്ലോ, ഒപ്പം G. സുധാകരൻ്റെ കാര്യം അമ്പലപ്പുഴയും സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടി പണ്ടത്തെ പോലെയല്ല? പണ്ട് MP രാഘവൻ പോയ പാർട്ടി അതിനെ ശക്തമായി നേരിടുകയും നിയമസഭയ്ക്കകത്തും പുറത്തും ആശയപരമായി കായികപരമായൊക്കെ നേരിട്ടു. അതിനെ കായികപരമായി നേരിടുന്നതൊക്കെ എങ്ങനെ ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ TK ഗോവിന്ദൻ പോയതും കുഞ്ഞികൃഷ്ണൻ മാഷൊക്കെ പോകുമ്പോൾ പാർട്ടിക്ക് അതിനെ ശക്തമായി പ്രതിരോധിക്കാം. പണ്ടത്തെ LDF അല്ലേ ഇപ്പോഴത്തെ LDF? അല്ല സാർ, ഞാൻ അതിനെ കുറച്ചുകൂടി ജനാധിപത്യത്തിന്റെ തോത് പാർട്ടിക്കുള്ളിൽ വളർന്നു എന്നുള്ളതാണ്, അങ്ങനെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയുകയും അത് താൻ ഇന്നേ വരെ സഞ്ചരിച്ച പാത തനിക്ക് പിന്തുടരാൻ പറ്റുന്നില്ലെങ്കിൽ ഇല്ലാത്തവർ പോട്ടെ, അവരുടെ വഴിക്ക് വിടുക എന്നുള്ളൊരു അണികൾ പോകുന്നു. അണികൾ പോകുമ്പോൾ ആ അണികളെ പിടിച്ചു നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം അണികൾ ഉണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചോ ഇല്ലോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കേണ്ടത്, പരാജയത്തിൽ പരിശോധിക്കേണ്ടത്. വ്യക്തികൾക്ക് പാർട്ടിക്ക് അകത്തേക്ക് വരുന്നത് പോലെ തന്നെ പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി പോകുമ്പോൾ ആ വ്യക്തി ഒരു പ്രദേശത്തെ മുഴുവൻ പാർട്ടിയുടെ അനുഭാവികളെയും അണികളെയും സ്വാധീനിച്ചുകൊണ്ട് പുറത്തേക്ക് പോയാൽ അതൊരു പാർട്ടിക്ക് ദുരന്തമായിരിക്കും. അതിനെ പ്രതിരോധിക്കാനുള്ള സംഘടനാശേഷി ഓരോ പാർട്ടിയും ആർജിക്കേണ്ടതാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഈ പാർട്ടിക്കുള്ളിൽ ചില ആദർശാത്മകമായ നിലപാടുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെച്ച മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഏറെക്കാലം നമ്മുടെ നവോത്ഥാന രംഗത്തെ, നമ്മുടെ സാംസ്കാരിക രംഗത്തെ, കേരളത്തെ പൊതുരംഗത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സംഭാവന ചെറുതല്ല സാർ, തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പക്ഷേ അത് നഷ്ടപ്പെടുമ്പോൾ, ആ ഇടം നഷ്ടപ്പെടുമ്പോഴാണോ ഇങ്ങനെയുള്ളവർ ചിലർ പാർട്ടിയിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നത്? സാർ, അതിനെ 2ആയി കാണാം. ഒന്ന്, ഇടതുപക്ഷത്തിന്റെ ഒരു ആദർശ ബോധ്യവും നഷ്ടപ്പെട്ടു പൂർണ്ണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പണ്ട് പട്ടിണി കിടന്നും പരിപ്പോടെ കഴിച്ചും കട്ടൻ കാപ്പിയും കുടിച്ച് ജീവിച്ചവരാണ്. ഈ പുതിയ ലോകത്തും കമ്മ്യൂണിസ്റ്റുകാരൻ പരിപ്പോടെയും കട്ടൻ ചായ കുടിക്കാവുള്ളൂ എന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിച്ചാലും ചില മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചാലും അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ലല്ലോ. കാരണം മാറുന്ന കാലത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും അർഹതയും ഉണ്ട്. സ്വയപ്രയത്നം കൊണ്ട് ആർജിക്കുന്നവനാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരൻ. അത് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ സാർ ചോദിച്ചതിലേക്ക്, ഒരാൾ പാർട്ടി വിട്ടുപോയ TK ഗോവിന്ദനും മറ്റു പലരും
സുധാകരൻ, കുഞ്ഞികൃഷ്ണനും സുധാകരന്റെ കാര്യം പരിശോധിച്ചെങ്കിൽ ഈ പാർട്ടി എത്രയോ അവസരം കൊടുത്തതാണ്. എത്രയോ 20 വർഷം MLA ആയിരുന്നൊരു മനുഷ്യനാണ്, 20 വർഷം MLA ആയിരുന്നൊരു മനുഷ്യനാണ്. അല്ലാതെ പാർട്ടി വെറുതെ തള്ളിക്കളഞ്ഞ ആളല്ല. നല്ല മന്ത്രിയായി കേരളത്തിൽ തിളങ്ങി നിന്ന ആദർശ ധീരനായ ഒരു മനുഷ്യൻ. മറ്റു രണ്ടുപേരും പോയിട്ട് ഇനി അവർ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അവർ സത്യത്തിൽ വ്യാജന്മാരല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ പാർട്ടിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ജെനുവിനാണ്. അതുകൊണ്ട് ആ വിഷയം അത് പാർട്ടിക്ക് തെറ്റി, പാർട്ടി തിരുത്തുന്നതുവരെ തിരുത്തൽ ശക്തിയായി ഞങ്ങൾ ഈ പാർട്ടിയിൽ നിൽക്കും എന്ന് പറയുന്നതിനപ്പുറം ആ സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശത്രുവിന്റെ വീട്ടിൽ അത്താഴമുണ്ടാൻ പോയവരാണ് ഇവർ 3 പേരും. അതുകൊണ്ട് അവരോട് അത്തരത്തിൽ അവരുടെ ആദർശമാണ് അവരെ അങ്ങോട്ട് വഴി നടത്തിയതെന്നൊന്നും വിശ്വസിക്കാൻ ബോധ്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അതിന്റെ പ്രത്യേക നയങ്ങൾ സാറിന് പറഞ്ഞ് അങ്ങോട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പലപ്പോഴും പാർട്ടിക്കുള്ളിലെ വിമർശകൻ വലിയ വർഗശത്രുവായി പാർട്ടി കാണും. പുറത്തു നിൽക്കുന്നവനേക്കാൾ, പുറത്തു നിന്ന് വിമർശിക്കുന്നവനേക്കാൾ അകത്തുള്ള വിമർശകരെ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു നയമല്ലേ സാറേ? അത് കുറച്ചൊക്കെ ഉണ്ടത്. കാരണം പൂർണ്ണമായും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഭാഗികമായി അത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വ്യക്തി കേന്ദ്രീകൃതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില പ്രദേശങ്ങളിൽ ചിലയിടത്ത് ഇപ്പൊ ചില ആളുകൾ മത്സരിച്ചേ അടങ്ങും, ജയിച്ചിട്ടില്ല എന്നാലും മത്സരിച്ചേ അടങ്ങൂ എന്ന് ശാഠ്യം പിടിക്കുന്നു. ചില ആളുകൾക്ക് എനിക്ക് ഇന്ന സ്ഥാനത്ത് എന്ന് ശാഠ്യം ഉണ്ടാകുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ഒന്നിലേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ കമ്മ്യൂണിസ്റ്റ് ആദർശം പിന്തുടരുന്നവരോ അത് ഒരു കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന് ഒത്തൊരുമിച്ച് പോകുക എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ പങ്ക്. അല്ലാതെ എൻ്റെ ഇഷ്ടം സാധിച്ചെടുക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, സ്വന്തം സ്വന്തം പദവിയും അധികാരവും എന്ന ഹോർലിക്സ് കലക്കി കുടിച്ച് ഉന്മത്താവസ്ഥയിലെത്തി പാർട്ടിയെ പൊതുജനത്തിന്റെ മുമ്പ് സ്വന്തം ശരീരം നന്നാക്കി പാർട്ടിയെ കീഴ്പ്പെടുത്തിയ ആളുകൾ ഒത്തിരി പേര് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തും ഉണ്ടായിട്ടുണ്ട്, മറ്റു പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാർത്ഥ ലാഭേച്ഛ താരതമ്യേന കുറഞ്ഞ ആളുകളെ കൊണ്ട് ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇടമാണ്, ഒരു സ്പേസാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും ഈ സ്വാർത്ഥ ലാഭേച്ഛ ഉള്ള ആളുകൾ വരുന്നതോടുകൂടി, സ്തുതിപാഠകർ വരുന്നതോടുകൂടി അവിടെയും ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. സാർ പൊതുജനം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇത്തവണ ഏതാണ്ട് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന CPM മന്ത്രിമാർ തോറ്റപ്പോൾ ഉള്ള മന്ത്രിമാരിൽ ഭൂരിപക്ഷം മന്ത്രിമാർ ജയിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ, CPI-യിൽ. ഞാൻ ആദ്യം പറഞ്ഞ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയവുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? സർ, അത് ഒരു പക്ഷേ ഞാനതിനെ കാണുന്നത്, ഈ ബഹുഭൂരിപക്ഷം മന്ത്രിമാർ തോറ്റു, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരു കാലത്തും പുറകിൽ പോകാത്ത തരത്തിൽ പുറകിൽ പോവുകയും പിന്നീട് ജയിക്കുകയും ചെയ്തു. അപ്പൊ മുഖ്യമന്ത്രി തോറ്റു പോകുമോ എന്നുള്ള ഒരു പറച്ചിൽ പോലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആശങ്ക പോലും മാധ്യമങ്ങൾ പോലും പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ ഇത് ഞങ്ങളുടെ CPI-CPM എടുക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർ തോറ്റത് CPM പക്ഷത്താണ്. ഞങ്ങളുടെ 4 മന്ത്രിമാരിൽ 3 പേര് വിജയിക്കുകയും ചെയ്തു. അത് ഒരു പക്ഷേ അവരുടെ ഒരു വ്യക്തിപരമായ പെർഫോമൻസിന്റെ മാർക്ക് കൂടി അതിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുന്നു. എന്റെ ചോദ്യത്തിൽ അതും ഉണ്ട്. ഉണ്ട്, വ്യക്തിപരമായ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുണ്ട്. അപ്പം തോറ്റവരെല്ലാം നന്നായി പെർഫോം ചെയ്തവരല്ലേ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല. അതിന് ഒരു പക്ഷേ ഞാൻ കാണുന്നത് ഈ ഏതെങ്കിലും തരത്തിലുള്ള അന്തർനാടകം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില ആളുകളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കണം എന്നുള്ളൊരു ബോധ്യം. എന്തുകൊണ്ടാണ് മന്ത്രിമാർ ഒരു കാരണവശാലും ഒരു നമുക്കൊരു പ്രവചനം നടത്താൻ കഴിയുന്നതല്ലോ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവടക്കം അതിന്റെ യുവജന വിഭാഗം അടക്കം പറയുന്നു, മന്ത്രിമാരൊക്കെ തോക്കും, ഇത്ര മന്ത്രിമാർ തോക്കും, ഇത്ര സീറ്റ് ഞങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആദ്യത്തെ 1-2 റൗണ്ടിൽ പിന്നിൽ പോയാലും ആശങ്കപ്പെടാനില്ലെന്ന് അബിൻ വർക്കിയെ പോലുള്ള വീണ ജോർജിനെ തോൽപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ കിട്ടാതെ പോയ യുവ MLA അടക്കം പറയുന്നു. അപ്പൊ ഇതിനകത്തൊക്കെ എന്തോ അന്തർനാടകം ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കാനാണ് എനിക്ക് താല്പര്യം. അത് ഒരു കേവല പ്രവചനത്തിനപ്പുറം മറ്റെന്തോ അന്തർനാടകങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് സാർ? ഉണ്ടാവും. അല്ലെങ്കിൽ സാർ കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിയും? മുഖ്യമന്ത്രി ആദ്യത്തെ 1-2 റൗണ്ട് അല്ലെ 2-3 റൗണ്ടിന്റെ സ്ഥലത്ത് അവർക്ക് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ തോറ്റു. പ്രതിപക്ഷത്തിന് കുറെ കൂടി ജനങ്ങളുടെ സ്പന്ദനം അറിയാൻ കഴിഞ്ഞെന്നും മറ്റുള്ളവർ ഒരു വലിയ മൗഢ്യ ലോകത്തിലായിരുന്നു പലരും ജീവിച്ചതെന്നും ഒരു ധാരണ പരക്കുണ്ടല്ലോ. അതിപ്പോൾ 10-16 വർഷങ്ങൾക്ക് മുമ്പ് പശ്ചിമബംഗാളിൽ ബുദ്ധദേവ ഭട്ടാചാര്യ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ മത്സരം നടക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും പാർട്ടിയും തോറ്റുപോകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല.
അതുപോലെ അത് ഒരുപക്ഷെ ഭരണത്തിന്റെ ശീതള ഛായ പകർന്ന ലഹരിയായിരിക്കണം. അങ്ങനെ ലഹരിയിലായിരുന്നോ നമ്മൾ? ഇല്ല, ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല സാർ. അത് അവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഈ 10 വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ അഴിമതി എന്ന് പറഞ്ഞാൽ വെറുതെ ആരോപിക്കുന്നതല്ലാതെ ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ ഇവരാരും പെട്ടിട്ടില്ല. ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ട ഒരു അഴിമതിയുമില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ പോലും അത്ര കറപ്ഷൻ ഉണ്ടായ കാലമല്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി മാസങ്ങളോളം അകത്ത് കിടന്നു. അല്ല, കിടന്നു. അത് അയാളുടെ ഒരു വ്യക്തിപരമായ ഒരു കാര്യത്തിൽ അത് ശിക്ഷിക്കപ്പെട്ടു. നമ്മുടെ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളെ അപേക്ഷിച്ച് അയാളെ മൂടി വെച്ച് രക്ഷപ്പെടുത്താൻ ഈ ഗവൺമെന്റ് തങ്ങളുടെ കയ്യിലിരിക്കുന്ന അധികാരം ഒരിക്കലും പ്രയോജനപ്പെടുത്തിയില്ല. അത് മാത്രമല്ല, രമേശ് ചെന്നിത്തല, ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ചെന്നപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭരണം നല്ലതാണെന്നുള്ള സർട്ടിഫിക്കറ്റോട് കൊടുത്ത് ഹൈക്കോടതി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റോടെ ഈ ഗവൺമെന്റ് കിട്ടിയത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്താണ്. പിന്നെ സാർ ചോദിച്ച ചോദ്യത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സാറിനറിയാലോ, കോൺഗ്രസിന്റെ ഇന്ത്യയിൽ ഒരു സ്ഥിതി സാറിനറിയാം. അതെല്ലാം കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന BJP കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കുറെ ഗ്രിപ്പുള്ളത് കേരളത്തിലാണ്. ഈ 10 വർഷം എന്നുള്ളത് സംബന്ധിച്ച് ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ ഈ കോൺഗ്രസിലെ പകുതി ആളുകൾ BJPയിൽ പോയെന്ന് വരും. ഇനി ഒരു കാരണവശാലും കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല. ആ പാർട്ടി പോലും കേരളത്തിൽ അപ്രസക്തമാകും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ അത്തരത്തിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഈ നാടിന്റെ വികസനവും നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ പൊളിറ്റിക്കലായും ഫിലോസഫിക്കലായും ജനങ്ങളെ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. സാറ് ശ്രദ്ധിച്ചു കാണും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തിന്റെ അടുത്ത് റിസൾട്ട് 9-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ മെയ് 4-നാണ് റിസൾട്ട് വരുന്നത്. ഒരു മാസം ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ അത്രയും വലിയ ആകാംക്ഷയും ജിജ്ഞാസയും നിന്ന രാഷ്ട്രീയ കാലാവസ്ഥ അന്തരീക്ഷമായിരുന്നു. അപ്പോഴൊക്കെ വലിയ ആത്മവിശ്വാസമായിരുന്നു LDF-ന്. സാർ, അത് ഒരു പക്ഷേ ഞാൻ അടക്കമുള്ള ആളുകൾ LDF ഞങ്ങളുടെ സ്ഥിരമായി കൈവശം ഇരിക്കുന്ന ചില സീറ്റുകൾ നഷ്ടപ്പെടും എങ്കിലും ഒരു 70-75 സീറ്റോട് കൂടി LDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള LDF-നും LDF-ന്റെ നേതാക്കന്മാർക്കും പാർട്ടികൾക്കും കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. സാറിന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നിരിക്കും, കേന്ദ്ര ഗവൺമെന്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തായിരുന്നു? ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിലില്ല, LDF അധികാരത്തിൽ വരുമെന്നാണ്. കേരളത്തിലെ പലരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചു. ഈ ഞങ്ങളുടെ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഖജനാവിൽ പൂച്ച പെറ്റെടുക്കായിരുന്നായിരുന്നു പറഞ്ഞത്. ഈ പൂച്ച പെറ്റത് പണമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ VD സതീശൻ പെൻഷൻ 3015 കോടി രൂപയെങ്ങാണ്ട് ഈ ഖജനാവിൽ നിന്ന്, പൂച്ച പെറ്റിടക്കുന്ന ഖജനാവിൽ നിന്നാണ് സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ്ട് 1,35 ലക്ഷം രൂപയാണ് ആശമാർക്ക് 1,35 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ വീട് മോടി പിടിപ്പിക്കാനായിട്ട്, 3-3.5 കോടി രൂപ മറ്റ് 8 മന്ത്രിമാരുടെ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനായിട്ട്, ആശാ വർക്കർമാർക്ക് 2000 രൂപ 3000 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാനുള്ള തീരുമാനം. ഈ പണമെല്ലാം ഖജനാവിലുണ്ടായിരുന്നു. കൃത്യമായി കേരളത്തിന്റെ ബഹുമാന്യനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് 4000 കോടി രൂപ അസറ്റായി നിലവിൽ യാതൊരു ബാധ്യതയും ഇല്ലാത്ത TA-യും DR-ഉം അടക്കമുള്ള കൊടുത്തതിന് ശേഷം ഇത്രയും ലിക്വിഡ് ക്യാഷ് ഖജനാവിലുണ്ട് എന്ന് രേഖപ്പെടുത്തി. മൂന്നാമത്തെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള നിലയിൽ ഒരു കടുംവെട്ടിനൊന്നും ഗവൺമെന്റ് മുതിർന്നില്ല എന്നാണോ? അല്ല, തീർച്ചയായും അങ്ങനെ കടുംവെട്ടിനും ചെയ്തില്ലെന്ന് മാത്രമല്ല സാർ, ഞങ്ങൾ ഈ ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം ഗണ്യമായി 50,000 കോടി രൂപ കുടിശ്ശിക ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നപ്പോൾ പോലും ഗണ്യമായി ഗവൺമെന്റ് 70,000 കോടി രൂപ വരുമാനമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്തിനേക്കാൾ 1.5 ലക്ഷം കോടി രൂപ നികുതി പിരിച്ചും കേരളത്തിലെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ വികസനങ്ങളെല്ലാം ഏറ്റെടുത്തത്. അല്ല, ഒരിക്കൽ പോലും ട്രഷറി പൂട്ടിയില്ല, പവർ കട്ട് ഉണ്ടായിട്ടില്ല, പുസ്തകങ്ങൾ കുറഞ്ഞിട്ടില്ല, വഴികൾ അല്ല 10 വർഷം ഉണ്ടായില്ല. വഴികളുടെ സ്ഥിതി ഈ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഇത്രയും സുന്ദരമായ വഴികൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഏറ്റവും സുന്ദരമായി നമ്മൾ കാണേണ്ട കാഴ്ച മണിയാശാന്റെ മണ്ഡലം. ഇടുക്കിയിലെ റോഷിയുടെ അടക്കമാണെങ്കിലും പീരുമേലിലെ അടക്കമാണെങ്കിലും എല്ലാ വഴികളും ഗംഭീരമായി മാറിയിട്ടുണ്ട്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഈ ഇരട്ടച്ചങ്കനാണെന്ന് വിളിക്കുമെന്ന് പറഞ്ഞ ആളുടെ പേര് സുരേന്ദ്രൻ. അത് എത്ര ഗംഭീരമായിട്ട് ആ പദ്ധതി പൂർത്തീകരിച്ചു. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കില്ല, ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഉമ്മൻചാണ്ടി. അത് കൊണ്ടുവന്നു. സാറിന്റെ ശ്രദ്ധയിൽ തുടങ്ങി വെച്ചിരുന്നെങ്കിലും അത് തുടരാൻ കഴിഞ്ഞില്ല. സാർ, വളരെ സാറിന്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം ഞാൻ പറയാം. ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എന്ന് പറയുന്ന ഫാക്ടറി സംസ്ഥാന ഗവൺമെന്റിതല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റിതാ. കേന്ദ്രത്തിന്റെ ഒരു പൊതു നയത്തിന്റെ ഭാഗമായി അത് വിറ്റഴിക്കാൻ തീരുമാനിച്ചു, ലേലത്തിന് വെച്ചപ്പോൾ പലരും കോട്ട് ചെയ്തു. ആ സ്ഥാപനം ലേലത്തിൽ പിടിച്ചത് സംസ്ഥാന സർക്കാരായിരുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം LDF ഗവൺമെന്റാണ് അത്
ലേലത്തിൽ പിടിക്കുകയും അത് നവീകരിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെ PSC പരീക്ഷ നടത്തി അവിടെ നിയമിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു കാര്യം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, KSRTCയുടെ സ്ഥിതി എന്തായിരുന്നു? അത് അടച്ചുപൂട്ടണം, ഇത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞാണ്. അത് ലാഭകരമായി ധനസഹായം ബജറ്റിൽ പണം ചേർത്തുകൊണ്ടാണെങ്കിൽ കൂടി ഗവൺമെന്റ് സഹായത്തോടുകൂടി അത് നാട്ടു സർവീസൊക്കെ നടത്തി ടൂറിസ്റ്റുകൾക്ക് പോകാനുള്ള സൗകര്യം എല്ലാം ഒരുക്കി ലാഭത്തിലാക്കി. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? സാറിന് തോന്നുന്നുണ്ടോ ഈ വനിതകൾക്ക് സ്വാഭാവികമായും സ്ത്രീകൾക്ക് അവിടെ സൗജന്യ യാത്ര കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നുണ്ട് സാർ, നടപ്പിലാക്കുന്നുണ്ടാവും സാർ. പക്ഷെ ഇവിടെ അത് വിജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നത് എന്താ പറയുക, ആ സ്ഥാപനം പൂട്ടിപ്പോകും സാർ. ഇപ്പം ഒരു കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിലെ KSRTCയിൽ 50% സ്ത്രീകളാണ് സഞ്ചരിക്കുന്നത്. അത് സർക്കാർ ജീവനക്കാരടക്കമാണ്. ഞാൻ പഠിച്ച കണക്ക് പ്രകാരം ഈ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 1 കോടി രൂപ വെച്ച് മാസം 30 കോടി രൂപ. ഇന്നത്തെ കണക്ക് സർക്കാർ എടുത്തപ്പോൾ ഓർഡിനറി ബസ്സിലാണെങ്കിൽ 57 കോടി രൂപ ഒരു മാസവും, അല്ലാതെ എല്ലാ ബസ്സിലും ആണെങ്കിൽ 112 കോടി രൂപ ഒരു മാസം സൂപ്പർ ഫാസ്റ്റിലും ചെലവ് വരുന്ന. പക്ഷെ സാർ, നമ്മൾ അതിനെ കാണേണ്ടത് ഒരു പരിധിവരെ പൊതുഗതാഗതത്തെ വിദേശ രാജ്യങ്ങൾ പോലും കാണേണ്ടത് നഷ്ടം വരട്ടെ, അത് ജനങ്ങളുടെ സുഖകരമായ ഒരു യാത്ര നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു പൊതു പരിപാടി എന്ന നിലയിൽ അത് എന്തുകൊണ്ട് സർക്കാർ നഷ്ടം സഹിച്ചുകൂടാ? അല്ല, സർക്കാരിന് നഷ്ടം സഹിക്കുക എന്നല്ല സാറേ, സർക്കാരിന് ഒരാൾ നഷ്ടം സഹിച്ച സർക്കാർ അവിടെ നിൽക്കട്ടെ, ഒരു വ്യക്തി ഒരു സ്ഥാപനം അയാളുടെ ബിസിനസ് എന്തും നഷ്ടത്തിൽ കൊണ്ടുപോയാൽ അതിന് ഭാവിയില്ലെന്നല്ലേ? അത് തീർച്ചയായും ഭാവിയില്ലെന്ന് അത് സമീപ ഭാവി വിദ്യാഭ്യാസ രംഗമൊക്കെ നഷ്ടം ലാഭം നോക്കിയിട്ട് അല്ലല്ല, സർവീസാണ്. പക്ഷെ പൊതുഗതാഗതത്തെ സംബന്ധിച്ച് നമ്മുടേതുപോലുള്ളൊരു രാജ്യത്ത് ഇപ്പോഴതിന് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു കീശ നമുക്കുണ്ടോ സാർ? ഇത് എന്റെ അഭിപ്രായം, എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞങ്ങൾ LDFന്റെ അഭിപ്രായം, ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിൽ തെറ്റില്ല, കൊടുക്കാം. പക്ഷെ അത് കൊടുക്കാൻ തുടങ്ങിക്കൊണ്ട് 5-6 മാസം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ KSRTC എന്ന് പറയുന്ന പൊതുഗതാഗത സംവിധാനം എന്നേക്കുമായി ഇല്ലാതായി പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പൊ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും KB ഗണേഷ് കുമാർ ആ വകുപ്പിനെ നന്നായി കൈകാര്യം ചെയ്യും, അത് ലാഭകരമായി കൊണ്ടുവരാൻ പരിശ്രമിച്ച ആളുമാണ്. മിടുക്കനായ മന്ത്രിയായിരുന്നു, പല മന്ത്രിമാരും മിടുക്കരായിരുന്നു സാർ. പക്ഷേ ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നാക്കുദോഷങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിന് അവസാന കാലത്ത് വലിയ നാക്കുദോഷം സംഭവിച്ചു. ആ നാക്കുദോഷം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജയിക്കും, എന്നെ പത്തനാപുരം ആളുകൾ ആരും കൈവിടില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അങ്ങനെയൊക്കെ ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അഹന്ത നല്ലതല്ല. ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കും. അതുപോലെ വീട്ടിൽ പോയി പറയാ എന്നൊക്കെ പറയുന്നതിന്റെ ചില ഔചിത്യക്കുറവുകളുണ്ട്. നമ്മൾ എന്തൊക്കെ പറയാം, സമ്മതിക്കുന്നു സാറേ, ഇല്ലേ? എല്ലാ മന്ത്രിമാരും പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു CPIയുടെ 3 മന്ത്രിമാർ അടിമാലിയിൽ വെച്ച് നടന്ന ഒരു കവിത സാധാരണക്കാരായ ആളുകൾ അടിമാലി ജില്ലാ സമ്മേളനത്തിൽ 3 മന്ത്രിമാർ വന്നിരിക്കുന്നു? ഇതൊക്കെ നാട്ടുനടപ്പുള്ളതാണ്, ലോകത്തെവിടെയെങ്കിലും ഉള്ളതാണ്. എന്തൊരു വിനയം ഇതൊക്കെയാണ് ആയിരിക്കാം. പക്ഷേ സാർ പറഞ്ഞ പോലെ ഭാഷാ പ്രയോഗം, ഇപ്പൊ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, അവരുടെ പൊതുപ്രവർത്തകർ എല്ലാ മനുഷ്യരെയും പോലെ തന്നെ അവർ ശ്രദ്ധിക്കപ്പെടേണ്ടത് അവരുടെ സൗമ്യമായ ഭാഷ കൊണ്ടും സൗമ്യമായ പെരുമാറ്റം കൊണ്ടുമാണ്. അപ്പോൾ ചില കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ചില പദപ്രയോഗങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അവരുടെ പാർട്ടിയാണ്. സ്വാഭാവികമായിട്ട് അത് ജനം അതിനെ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് പെരുപ്പിച്ച് അതിനെ മുഖ്യമന്ത്രിക്ക് എതിരാക്കുന്നതിൽ മാധ്യമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പദപ്രയോഗങ്ങളോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. അത് ഞാൻ അങ്ങനെ തന്നെ 14 ജില്ലകളിലും ശക്തമായ വിമർശനം മുൻ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ നടക്കുന്നുണ്ട്. CPIക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടരുന്നതിൽ വലിയ താല്പര്യമില്ലെന്നാണ് അറിവ്. എന്താണ് വ്യക്തിപരമായ? സാർ, ഞാൻ പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കരുത്തുറ്റ നേതാവ് എന്ന നിലയ്ക്കും ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന നിലയ്ക്കും ഒന്നാമതായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരാളാണ്. ഏത് കാര്യം എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായപ്പോലും പിണറായി വിജയനെ പോലെ ഒരു ക്രൈസിസ് മാനേജർ, അത് രാജ്യത്തിനാണെങ്കിലും പാർട്ടിക്കുള്ളിലാണെങ്കിലും ഇത്രമാത്രം പത്രമാധ്യമങ്ങളുടെ വിമർശനമേറ്റിട്ടുള്ള ആക്രമണമേറ്റുള്ള ഒരു മനുഷ്യനില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം പാർട്ടിയെ മുന്നോട്ട് നയിച്ചത് ആ വലിയ നേതാവാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രളയമടക്കം കോവിഡ് അടക്കം നിപ്പയടക്കം പല ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾ കണ്ണ് അടച്ച് കയ്യും കെട്ടി നിന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാതൃകാപരമായി പ്രവർത്തിച്ച ഒരാൾ അദ്ദേഹമാണ്. ഒരു വീട്ടിലെ കാരണവരെ പോലെ. അതിനെ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഭരണ മികവ്, ഒരു പദ്ധതിയും അദ്ദേഹം ഉപേക്ഷിക്കാനല്ല ശ്രമിച്ചത്. UDFന്റെ കാലത്ത് ചുവന്ന ബാൻഡിൽ കെട്ടി മാറ്റിവെച്ചിരുന്ന, ചുവപ്പ് നാടിൽ കെട്ടി മാറ്റിവെച്ചിരുന്ന പല പദ്ധതികളും ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമിക്കുകയും വിജയകരമാക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷെ എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സാറ് ചോദിച്ച പോലെ അദ്ദേഹം ഒരു കുഴപ്പക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാനുഷികമായ ചില തെറ്റുകൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പാർട്ടി പരിശോധിക്കുകയും പൊതുജനങ്ങൾ തിരുത്തുന്നതിൽ സാറ് പറഞ്ഞതിനെ തീർച്ചയായിട്ടും സാധൂകരിക്കുന്നതാണ്. അടിവരയിടേണ്ട പോയിന്റാണ്. അക്കാര്യത്തിൽ നിന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആക്ഷേപമില്ല. പക്ഷെ
പ്രായം ശരിയാണ് സാർ. ഒരു പക്ഷേ 82 വയസ്സോടടുക്കുന്ന അദ്ദേഹം ഇനി പ്രതിപക്ഷ നേതാവായി തുടരണോ വേണ്ടയോ എന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്. CPI-ക്കകത്ത് ഞങ്ങളുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗവും പ്രബല നേതാവായ സന്തോഷ് കുമാർ ആദ്യമേ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അതിലൊരു അഭിപ്രായം പറയേണ്ടത് CPI ആണെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. അവരുടെ പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോൾ സഖാവ് പിണറായി വിജയന്റെ വോട്ടോടുകൂടി ചേർത്ത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്, ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ, വോട്ടിങ്ങിന് വരുന്ന അവസരത്തിൽ പിണറായി വിജയൻ വോട്ടിടാതെ മാറി നിൽക്കണമായിരുന്നു. അതായിരുന്നു കുറച്ചുകൂടി ആ നേതാവിന്റെ മഹത്വത്തിന് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു എളിയ അഭിപ്രായം അതാണ്. സാർ, നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലമാണ്, നമുക്ക് ഇടുക്കിയിലേക്ക് വന്ന് അവസാനിപ്പിക്കാം. ഇടുക്കിയിൽ അങ്ങയുടെ മണ്ഡലത്തിലാണ് അങ്ങയുടെ പാർട്ടി, അണക്കര ഉൾപ്പെടുന്ന മണ്ഡലത്തിലാണ് അങ്ങയുടെ പാർട്ടി മത്സരിച്ചത്. എത്രയോ മികച്ച വിജയമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ. 1000-ന് മുകളിൽ വോട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും വളരെ വർഷങ്ങളായിട്ട് ഈ CPI അടക്കി വെച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അത് 26,000 വോട്ടിൻ്റെ മേളിലാണ് ഈ തവണ UDF പിടിച്ചടക്കിയത്. എന്ത് സംഭവിച്ചു അവിടെ? സർ, അവിടെ ഞങ്ങൾക്ക് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന LDF-ന്റെ വോട്ട് സഹിതം ഇത്തവണ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഇത്ര ഭീകരമായൊരു തോൽവിക്ക് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്, LDF-ന്റെ വോട്ട് കുറഞ്ഞതിന്റെ കാരണം എന്താണ്, ഇത്ര 27,000-ൽ പരം വോട്ടിന് ഒരു വലിയ മാർജിനിൽ തോൽക്കേണ്ട കാര്യമുണ്ടോ? പാർട്ടിയുടെ അമരക്കാരനാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ DC കൂടി അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. സാറ് ചോദിച്ചതിന് നമ്മുടെ ചർച്ച തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവിന്റെയും ഇപ്പോഴത്തെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെയും തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ഒരു ലെവൽ ഓഫ് ടോക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൊപ്പഗാൻഡ, അത് ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട്. അതിനകത്തൊരു തിരുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതോടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഗവൺമെന്റ് ഒരുപാട് പുതുമയും ചരിത്രപരമായി അവകാശപ്പെടാൻ കഴിയുന്നതാണ്. ഇവിടെ 2 മന്ത്രിമാരാണ് SC/ST വിഭാഗത്തിൽപ്പെട്ടതുള്ളത്, കഴിഞ്ഞ LDF-ലുണ്ടായിരുന്നു ചോദിച്ചു. സാറിന് ഓർക്കുന്നുണ്ടാവും, ആലത്തൂർ മത്സരിച്ച് കേരളത്തിന്റെ CPM-ന്റെ MP ആയി പാർലമെന്റിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് K. രാധാകൃഷ്ണൻ കേരളത്തിൽ SC വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയായിരുന്നു, മിടുക്കനായ മന്ത്രിയായിരുന്നു. അതിന് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏലപ്പാറക്കാരനായിരുന്നു അദ്ദേഹം. അതോടെ പിന്നീട് ചേലക്കരയിലേക്ക് അദ്ദേഹം പോയത്. പക്ഷേ അതിനുശേഷം വന്ന കേളു എന്ന് പറയുന്ന ആള് ST വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പം നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തെറ്റാണ്. അദ്ദേഹം പഠിച്ചിട്ടാണോ, അതോ ഇപ്പം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലില്ലാത്തത് കൊണ്ടാണോ, പഠിക്കാതെ പറഞ്ഞതാണോ, അതോ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ ഒരാൾ ST മന്ത്രി ഉണ്ടായിരുന്നു, അവൻ പ്രതിപക്ഷ നേതാവിന്റെ ആ രീതിയാണ്. ഒരു കാര്യം കൂടെ ഉണ്ട് സാറേ, ഈ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഡെപ്യൂട്ടി സ്പീക്കർമാർ വനിതകളുടെ ഭാഗത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. EMS-ന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തന്നെ ഭാർഗവി തങ്കപ്പൻ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വനിതകൾ ആദ്യമായിട്ടല്ല കേരളത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നമ്മുടെ ബിജിമോള് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കറായി അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഇരുന്നത് CA കുര്യൻ. അവരൊരു ഈ ഇടുക്കിയിലെ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ നമ്മുടെ പാർലമെന്റ് മണ്ഡലവും UDF-ന്റെ കയ്യിലാണ്. UDF കുറേ നാളായിരുന്നു ഈ മലയോര മേഖലയിൽ നിന്ന് അവർക്ക് അവരുടെ വേരുകൾ നഷ്ടപ്പെട്ടിട്ട്. പെട്ടെന്ന് അവർ തിരിച്ചു വരുന്നത് മൊത്തത്തിലുണ്ടായ ഒരു ഭരണവിരുദ്ധത അടക്കം കൊണ്ടായിരിക്കുമോ? അല്ല, ഇടുക്കിയെ സംബന്ധിച്ച് വേറെ ചില കാരണങ്ങളുടെ അതിൻ്റെ പിന്നിലുണ്ട്. ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾ ഭൂവിഷയങ്ങൾ, പട്ടയം, ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം, 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് പട്ടയം കൊടുത്ത ഗവൺമെന്റ് ഞങ്ങളുടേതാണ്. ഞങ്ങൾ പല കാരണം കൊണ്ട് പല കാലത്തും ഈ പ്രശ്നങ്ങൾ പഠിക്കുകയും പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല ആളുകളും, പല സന്നദ്ധ സംഘടനകളൊക്കെ കേസ് കൊടുക്കുകയും കേസ് നീണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചില വിഷയങ്ങൾ ഞങ്ങൾക്ക് പരിഹരിക്കാൻ, ഭൂവിഷയങ്ങൾ മുഴുവനും പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ നിർമ്മാണ നിരോധന ഉത്തരവ് നിലനിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അതുപോലെ ഷോപ്പ് സൈറ്റ്സിന് പട്ടയം കൊടുക്കാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ, അതുപോലെ CHR-ന്റെ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഉദ്യോഗതലത്തിൽ ഒന്നുകൂടെ പരിശോധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ ഇടുക്കിയിലെ ജനങ്ങളുടെ മനസ്സ് UDF-ന് അനുകൂലമാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. നന്നായി അവർക്കത് പ്രചരിപ്പിക്കാനും കഴിഞ്ഞു. ഒരുപക്ഷെ അവർക്കത് പരിഹരിക്കാൻ കഴിയുമെന്നറിയില്ല. അവസാന കാലത്ത് ഗവൺമെന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഈ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറെ അയവ് സംഭവിക്കുകയും റോഷി അഗസ്റ്റിൻ അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ ഗുണഫലങ്ങളെല്ലാം ഏറ്റെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് അദ്ദേഹത്തിനും ഗുണമായി ഭവിച്ചില്ല. അതൊരു GO ആയി വരികയും ജനങ്ങൾക്ക്, ഗവൺമെന്റ് അങ്ങനെ ഒരു മന്ത്രിസഭ കൂടി ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കിയെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഉത്തരവ് വരികയും ആ ഉത്തരവ് പ്രകാരം ഓരോ പഞ്ചായത്തിലും അത് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഗവൺമെന്റ് ആ വിഷയത്തിൽ എടുത്തത് അല്പം കാലതാമസം കൂടിപ്പോയി. കുറച്ചുകൂടി മുൻകൂട്ടി ആ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള. അവസാനമായി കേരളത്തിന്റെ കാര്യത്തിലുള്ള ഗവൺമെന്റ് തീരുമാനം, ആശാവർക്കർമാരുടെ കാര്യത്തിലുള്ള തീരുമാനം, അതൊക്കെ കഴിഞ്ഞകാല ഗവൺമെന്റിന് ഒരു തിരിച്ചടിയായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് സാറേ. എന്താണെന്നറിയോ, അതിനെ സംബന്ധിച്ച് സാർ, ഞാൻ വേറൊരു തരത്തിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി
ഹൈലി സെൻസിറ്റീവാണ്. ഒരു പക്ഷേ നമ്മൾ രാഷ്ട്രീയം, ഫിലോസഫി, മറ്റെന്ത് സാഹിത്യം പറയുന്നതിനേക്കാൾക്കൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് പലപ്പോഴും മതപരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ സാറ് കേട്ടിട്ടുണ്ട്, ഇടുക്കി ജില്ലയിലെ പലയിടത്തും ഒരു വസ്തുതയില്ലാത്ത, ഇപ്പോൾ കട്ടവൻ ജയിലിൽ കിടക്കട്ടെ, സ്വർണ്ണപ്പാളിയെക്കുറിച്ചുള്ള പാട്ടും പ്രചരണവുമായിട്ടാണ് UDF മുന്നിൽ നിന്നത്, BJP മുന്നിൽ നിന്നത്. പക്ഷെ ഇവിടെ ആശാവർക്കർമാരുടെ സമരം അതിനെ അത്തരത്തിൽ തന്നെ ഹൈലി ഒരു സെൻസിറ്റീവായ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോയി. സമരത്തിൽ യാതൊരുവിധ കഴമ്പും ഇല്ലെങ്കിൽ കൂടി ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം അവർ സന്നദ്ധ പ്രവർത്തകരാണ്. കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ സ്റ്റാഫ് അല്ല. അവർ സന്നദ്ധമായി ജോലി ചെയ്യുമ്പോൾ അവരുടെ 60% ശമ്പളം കേന്ദ്ര ഗവൺമെന്റ്, 40% ശമ്പളം സംസ്ഥാന ഗവൺമെന്റും കൊടുക്കണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1000 രൂപ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഗവൺമെന്റ് റിലീഫ് വന്നത് 9000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അപ്പോൾ അവർക്ക് 12000 രൂപ നിലവിൽ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു തുകയുടെ 40% 12000 ആണെങ്കിൽ അതിന്റെ 60% 18000 ആണ്. ആ കേന്ദ്ര ഗവൺമെന്റ് വീതം കൂടെ കിട്ടിയാൽ ആശാവർക്കർമാർക്ക് കിട്ടേണ്ടത് 30,000 രൂപയാണ്. എന്നാൽ ഇപ്പോൾ 3000 രൂപ കൊടുത്ത് സതീശൻ ആ വിഷയം സെറ്റിൽ ചെയ്തു. ആ സമരപ്പന്തലിലേക്ക് പോയ സുരേഷ് ഗോപി കേന്ദ്രത്തിന്റെ വിഹിതം കൊടുക്കാൻ തയ്യാറായില്ല. വേറൊരു കാര്യമുണ്ട്, ആ സമരത്തിൽ അവർ ഉന്നയിച്ചത് ഈ 3 കാര്യം. ശമ്പള വർധനവ് മാത്രമല്ല സാർ, ഞങ്ങളെ ഗവൺമെന്റ് സ്റ്റാഫാക്കി എടുക്കണം, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾക്ക് ധനസഹായം കിട്ടണം. മറ്റൊന്ന് 750 രൂപ വെച്ച്, 700 ആണോ 750, ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്, 700 750 രൂപ വെച്ച് ഞങ്ങൾക്ക് ഡെയിലി ശമ്പളം വർദ്ധിപ്പിച്ച് തരണമെന്നുള്ളത്. ഇതായിരുന്നു അവരുടെ 3 കാതലായ ആവശ്യങ്ങൾ. 21,000 രൂപ കിട്ടണമെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങളിലും സതീശൻ തൊട്ടിട്ടില്ല. പൂച്ച പണം പ്രസവിക്കുന്ന ഖജനാവിൽ നിന്ന്, പണം പ്രസവിക്കുന്ന ഒരു പൂച്ച ഇപ്പം കേരളത്തിന്റെ ഖജനാവിലുണ്ടെന്നാണ് മനസ്സിലായത്. അവിടെ നിന്നാണ് ഈ പണം എടുത്ത് 2000 വെച്ച് ഘട്ടം ഘട്ടമായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവട്ടെ, നല്ലതാണ്. ആ സഹോദരിമാർക്ക് അതിന്റെ നമുക്ക് അറിഞ്ഞുകൂടാ, ആ സഹോദരിമാർക്ക് സഹായം കിട്ടും. പെൻഷൻ ആനുകൂല്യം 5 ലക്ഷം രൂപ ഇതിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. അതൊന്നും പെട്ടെന്ന് മിണ്ടാൻ കഴിയുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എത്തിയാൽ നല്ലത്. നമ്മൾ അങ്ങനെയാ കാണുന്നതിന്. തീർച്ചയായിട്ടും ഈ ഒട്ടേറെ കാര്യങ്ങൾ ഇനി ചോദിക്കാനുണ്ട്, സാറിന് പറയാനുണ്ടെന്ന് അറിയാം. അങ്ങോട്ട് സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ ഭരണ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്ത് ധൈര്യസമേതം സംസാരിച്ചതിന് നന്ദി. ചർച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു പശ്ചിമ ബംഗാൾ ആവർത്തിക്കപ്പെടും എന്ന UDFകാരുടെ സ്വപ്നം ഫലിക്കാൻ സാധ്യതയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കാരണം ഇടതുപക്ഷം തകർന്നിട്ടില്ല, പാടെ തകരുകയുമില്ല എന്ന ആത്മവിശ്വാസം ഇപ്പോഴും അണികളിലും പ്രവർത്തകരിലും നേതാക്കളിലുമുണ്ട്. നന്ദി, നമസ്കാരം.